ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് കേട്ടോ നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു വേസ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് കുറച്ച് കപ്പയാണ് കേട്ടോ. അപ്പോൾ കപ്പ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് മരച്ചീനി, കപ്പക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു തൊലിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു തൊലി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കപ്പൻ്റെ പുറത്തൊരു നൈസായിട്ടുള്ള ഒരു തൊലിയുണ്ട്, നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ടുള്ള, നമുക്കതാണ് വേണ്ടത്. പക്ഷേ നമുക്കിങ്ങനെ ആദ്യം കത്തി പേച്ചിട്ട് പുറത്തുള്ളൊരു കുറച്ച് കട്ടിയുള്ള ഒരു തൊലിയുണ്ട്, അത് മൊത്തമായിട്ടാണ് നമ്മളൊന്നിങ്ങനെ പൊളിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ഇങ്ങനെ ഒരു നൈസായിട്ടുള്ള ഒരു തൊലിയുണ്ട്, അത് നമ്മളെടുക്കുക. അപ്പോൾ അല്ലാതെ നമുക്കിങ്ങനെ അത് എടുക്കാൻ ഭയങ്കര പാടാണ്. ചെത്തി എടുത്തു കഴിഞ്ഞാൽ അത് നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം പൊളിച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊരു കട്ടിയുള്ള ഒരു വൈറ്റ് ഒരു ഷീറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഒരു സ്കിന്നാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. നമ്മളിതിൻ്റെ പുറത്തുള്ള ഒരു കട്ടിയുള്ള തൊലി ഒന്നിങ്ങനെ പൊളിച്ച് മാറ്റുന്ന സമയത്ത് തന്നെ പുറത്തുള്ള ആ ഒരു നൈസായിട്ടുള്ള തൊലി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോരും. അപ്പോൾ അത് നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കീറി പോവാതൊന്നും ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം കുറച്ചൊരു വലിയൊരു പീസായിട്ട് കിട്ടുന്ന രീതിയിൽ എടുക്കാം കേട്ടോ. നമ്മൾ ഈ പൊളിച്ചെടുത്തുള്ള തൊലി ഭയങ്കര നൈസാണ്, പെട്ടെന്ന് തന്നെ കീറി പോകുന്ന ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര നൈസായിട്ടും ഒരു ഭാഗത്ത് റഫായിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. അത് പിന്നെ പെട്ടെന്ന് കീറി പോകുന്നില്ല, നല്ലൊരു ഡ്രൈ ആയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ കാണാം നിങ്ങൾക്ക്. ഇങ്ങനെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്തൊന്നും ഇളക്കി കീറി പോകുന്നൊന്നുമില്ല, നല്ലൊരു ഉറപ്പിൽ തന്നെ കിട്ടും. പിന്നെ ഞാൻ നമ്മളെ ബോട്ടിൽ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം, നമുക്കിതിങ്ങനെ പെട്ടെന്നൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോളും വെള്ളവും കൂടെ ഒന്നിങ്ങനെ 2:1 റേഷ്യോയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലൊന്നിങ്ങനെ കവർ ചെയ്യാൻ ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പറിന് പകരം നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊക്കെ ഒരു ടൈപ്പ് ഒരു കവർ ഉണ്ടല്ലോ, ഒരു ബ്രൗൺ കവർ, ഒരു പേപ്പറിൻ്റെ, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഞാൻ പറഞ്ഞല്ലോ ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 1-2 പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ കയ്യിലില്ല, ന്യൂസ് പേപ്പർ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടും ഇങ്ങനെ ഒരു ബ്രൗൺ പേപ്പറൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പൻ്റെ തൊലിയൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു ബോട്ടിൽ, കാരണം അത്രക്കും എൻ്റെ കയ്യിൽ തൊലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ആദ്യം ട്രൈ ചെയ്ത് നോക്കി, പിന്നെ വേറെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ, അപ്പോൾ കുറച്ചൊരു വലിയൊരു പീസായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അത് ഓൾറെഡി അത് പകുതി ഒരു കീറുള്ളതാണ്. അപ്പോൾ അത് ഞാനത് കീറി മാറ്റിയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. പിന്നെ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ഈ ഉണങ്ങുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ചുളിവുകളൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചൊരു ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഒട്ടിക്കാൻ കഴിയില്ല, കുറച്ചൊരു പാടാണ്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആ ചുളിവുകളൊക്കെ നിർത്തി നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ പുറത്തുള്ള ഒരു ഡിസൈൻ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുളി വരുത്തില്ല, ആ ഒരു രീതിയിലുള്ള നല്ലൊരു ലുക്കാണ് കാണാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരിക്കൽ കപ്പ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് കണ്ട സമയത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ വിചാരിച്ചത്. പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉണക്കി നോക്കി, ചിലപ്പോൾ അത് ഉണങ്ങുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകുമോ എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷേ ചെയ്ത് നോക്കിയിട്ട് ഉണക്കിയിട്ട് കുറേ ദിവസം വെച്ചിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാനപ്പം മാക്സിമം എൻ്റെ കയ്യിലുള്ള ഒരു വലിയൊരു ടൈപ്പ് തൊലിയൊക്കെ ഒന്നിങ്ങനെ ബോട്ടിലിൻ്റെ താഴെ ഭാഗം ഒട്ടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആ ഒരു മേലെ വരെ ഒട്ടിക്കാനുണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ആ ഒരു ചുളിവുകളൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ട് ഒട്ടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ട് എനിക്ക് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ചൂടായിട്ടുള്ള ഒരു ഗ്ലൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒരുപാട് കപ്പേൻ്റെ തൊലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വലിയൊരു കപ്പേൻ്റെ തൊലി ഇങ്ങനെ അധികം കീറി പോവാതെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ പീസസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ബോട്ടിലിൽ ഇങ്ങനെ ഏകദേശം ആ ഒരു വലിയ പീസൊക്കെ ഇങ്ങനെ താഴെ ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു പീസുകളാണുള്ളത്. അപ്പോൾ അത് ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അധികം തൊലി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മേലെ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ഇങ്ങനെ ജോയിൻറ്റുകളും പിന്നെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട്. താഴെ ഇങ്ങനെ കുറച്ചൊരു വലിയ വലിയ പീസ് ഒട്ടിക്കുന്ന സമയത്ത് വലിയൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത് കാണാനൊക്കെ നല്ലൊരു നീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാക്സിമം ഇങ്ങനെ വൃത്തിയായിട്ടുള്ള രീതിയിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് മുഴുവനായിട്ടൊന്നിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചുളിവുള്ള ഭാഗത്തും ആ ഒരു ജോയിൻറ്റിലൊക്കെ ഒന്നിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇതിന് പകരം ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് കോട്ടൊക്കെ അടിക്കേണ്ടി വരും, ഒന്ന് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇനാമൽ പെയിൻറ്റ് അടിച്ച് മുഴുവനായിട്ടും ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇനാമൽ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈം എടുക്കും എന്തായാലും അത് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഡ്രൈ ആക്കാൻ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആ ഒരു ചുളിവുകളുടെ ഇടയ്ക്കൊന്നും ശരിക്കൊന്നും ഇങ്ങനെ പെയിൻ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഇതിന് കുറച്ചൊരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മെറ്റാലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പേൾ ഗ്രീൻ ഉണ്ടായിരുന്നു, ഒരു പീക്കോ ഗ്രീനാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബ്ലാക്കിൽ വന്ന സമയത്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാനിങ്ങനെ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈയൊക്കെ വേദനിക്കുക, കാരണം നല്ലൊരു റഫായിട്ടുള്ളതാണ് ഇതിൻ്റെ ആ ഒരു തൊലി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ബ്ലൂ കളർ ഇങ്ങനെ അവിടെ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കോപ്പർ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് കോപ്പർ മെറ്റാലിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം സെയിം തന്നെയാണ്, എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഏകദേശം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ ഇങ്ങനെ പല കളേഴ്സായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകുമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഒരു സിൽവർ കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിൽവർ കളർ ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാടൊന്നും ഇങ്ങനെ ഒരു ഗ്ലൈസിങ് ഒന്നുമില്ല, നമുക്കൊരു വൈറ്റ് കളർ ഇങ്ങനെ ടച്ച് ചെയ്ത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ചൊരു ഗോൾഡൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇത്ര മെറ്റാലിക് കളേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് മെറ്റാലിക് കളേഴ്സും അതുപോലെ നല്ലൊരു പേൾ കളേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ പാച്ചസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തും ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള ഒരു കളേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു ആൻറ്റിക് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി ഇങ്ങനെ പല കളേഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ നോർമലി ചെയ്യുന്ന പോലത്തെ ഒരു ആൻറ്റിക് ബോട്ടിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലാക്ക് അടിച്ചിട്ട് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാനായിരുന്നു വിചാരിച്ചത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് പൊതുവേ ആൻറ്റിക് ബോട്ടിൽസൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ടെന്ന്. കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണല്ലോ, നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വേറെ വേറെ കളേഴ്സ് വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭംഗിയും തോന്നാം. അങ്ങനെ നമ്മൾ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ടിഷ്യൂ പേപ്പർ വരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വേസ്റ്റായിട്ട് കിടക്കുന്ന പേപ്പേഴ്സും അതുപോലെ വേസ്റ്റായിട്ട് കിടക്കുന്ന തൊലികളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നല്ലൊരു ആനച്ചന്തൊക്കെ ഉണ്ട്, നല്ലൊരു ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ചുളിവുകളൊക്കെ ഉള്ള ഒരു തൊലി ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാം കേട്ടോ. സാനിയ, അമാന, സൈന, ലുലു, ഹൃദ്യ, ഫിദ, ഷിഫു, പ്രാർത്ഥന, ബിനു, അർച്ചന, അനു, ലച്ചു, പാറു, അനൂപ്, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. ഇനി കുറച്ച് ടെസ്റ്റിമോണിയൽസ് നോക്കാം. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് മലപ്പുറത്തുള്ള ഫാത്തിമ നസ്രീനാണ്. നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്തതായിട്ട് കീർത്തന കാർത്തു അയച്ചെന്നത് നമ്മൾ കൈപ്പക്കയുടെ സീഡ് വെച്ചിട്ടൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ദേവിക അയച്ചെന്നതും നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോ തന്നെ ട്രൈ ചെയ്തിട്ടാണ്. അടുത്തതായിട്ട് മണ്ണാർക്കാടുള്ള ലുലു ഫാത്തിമ അയച്ചെന്നത് നമ്മൾ ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്തതായിട്ട് റയ ഫാത്തിമ അയച്ചെന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു സ്നോ മാസഞ്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഫിദ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ പംകിൻ സീഡ് ഉപയോഗിച്ചൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് കോഴിക്കോടുള്ള റിയ മെഹ്റീനാണ്. നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോ ട്രൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ ആ ഒരു 3D സ്റ്റാറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് മിൻഷയാണ്. നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് അയച്ചെന്നത്.
അടുത്ത പിക്ക് അയച്ചത് അഭിനവ മനോജാണ്. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു റീത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM-നാണ്. മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.